പാരീസ് എന്ന ഈ മഹാനഗരത്തെ അതിൻ്റെ ഭരണ സൗകര്യാർത്ഥം പല ചെറിയ അറോണ്ടിസ്മെൻറ്റുകളായി തിരിച്ചിരിക്കുന്നു. അതിൽ 3, 10, 11 അറോണ്ടിസ്മെൻറ്റിൻ്റെ അതിർത്തിയിലായി ഒരു 8 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന വളരെ വലിയ ഒരു ചതുരം അല്ലെങ്കിൽ ഒരു സ്ക്വയറാണ് പ്ലേസ് ഡെ ല റിപ്പബ്ലിക്. 1811 പിയറി-സൈമൺ ഗിറാർഡ് ഡിസൈൻ ചെയ്ത ഈ സ്ക്വയറിൽ നിർമ്മിച്ചിരിക്കുന്ന വളരെ വലിയൊരു ജലധാരയുടെ പേരിലാണ് ഈ സ്ക്വയർ യഥാർത്ഥത്തിൽ അറിയപ്പെട്ടിരുന്നത്. അന്നതിൻ്റെ പേര് പ്ലേസ് ഡു ചാറ്റോ ഡി യൗ എന്നായിരുന്നു. പിന്നീട് 1867 ഗബ്രിയൽ ഡേവിയൂഡ് ഈ സ്ക്വയറിൽ കൂടുതൽ ആകർഷണീയമായ ഒരു ജലധാര നിർമ്മിക്കുകയും അദ്ദേഹത്തെ തുടർന്ന് ബാരൻ ഹൗസ്മാൻ്റെ പാരീസിലെ ഒരു വളരെ വിപുലമായ ഒരു നവീകരണത്തിന്റെ ഭാഗമായി സ്ക്വയർ കൂടുതൽ മനോഹരവും ആകർഷണീയവുമായ രീതിയിൽ പിന്നീട് അത് പുനർനിർമ്മിക്കുകയായിരുന്നു. ഈ ചതുരത്തിന്റെ ഏകദേശം മധ്യത്തിലായി തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര സ്മാരകവും ഫ്രാൻസിലെ ചരിത്ര വനിതയായ സമാധാനത്തിന്റെ ഒലിവ് ചില്ലയുമായി ഉയർന്നു നിൽക്കുന്ന മരിയാനയുടെ പൂർണ്ണകായ പ്രതിമയുമാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. പ്ലേസ് ഡെ ല റിപ്പബ്ലിക്കിന്റെ ഒത്ത നടുക്കായി തന്നെ 31 അടി ഉയരമുള്ള മരിയാനയുടെ വെങ്കല പ്രതിമ, വലതു കൈയിൽ ഒലിവ് ശിഖരവും ഇടതു കൈയിൽ മനുഷ്യരുടെയും അവകാശങ്ങളുടെ പ്രഖ്യാപനം ആലേഖനം ചെയ്ത ഫലകവുമായി മരിയാന. 75 അടി ഉയരമുള്ള ഒരു സ്മാരകത്തിന്റെ മുകളിലാണ് ഈ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഫ്രഞ്ച് റിപ്പബ്ലിക്കിന്റെ മൂല്യങ്ങളായ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന 3 പ്രതിമകളാൽ മരിയാനെ സംരക്ഷിച്ചു നിലനിർത്തിയിരിക്കുന്നു. ഈ പ്രതിമകൾ 3 മധ്യകാല ദൈവശാസ്ത്ര ഗുണങ്ങളും ഉയർത്തുന്നു. അടിത്തട്ടിൽ ഒരു ബാലറ്റ് പെട്ടിയുടെ ചിത്രത്തിന് കാവൽ നിൽക്കുന്ന സിംഹത്തിനെയും നിങ്ങൾക്ക് കാണാം. ചാൾസും ലിയോപോൾസ് മോറിസും ചേർന്നാണ് ഈ സ്മാരകം നിർമ്മിച്ചത്. അതിൽ ലിയോപോൾ ശില്പങ്ങളുടെ നിർമ്മാണം നടത്തിയപ്പോൾ ചാൾസ് വാസ്തുവിദ്യയുടെ വിഭാഗമാണ് കൈകാര്യം ചെയ്തത്. ഫ്രാൻസിലെ രാജവാഴ്ചയോടുള്ള എതിർപ്പിനെയും എല്ലാത്തരം അടിച്ചമർത്തലുകൾക്കെതിരെയും സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒരു പ്രതീകമെന്ന നിലയിൽ വിലമതിക്കാനാകാത്ത റിപ്പബ്ലിക്കൻ ഫ്രാൻസിന്റെ ഏറ്റവും പ്രധാനമായ ഒരു ദേശീയ ചിഹ്നമായ മരിയാനയാണ് ഈ സ്മാരകത്തിന്റെ ഏറ്റവും മുകളിലായി സ്ഥിതി ചെയ്യുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, യുക്തി എന്നിവയുടെ ഒരു വ്യക്തിത്വവും സ്വാതന്ത്ര്യത്തിന്റെ ദേവതയുടെ ചിത്രീകരണവും എന്ന നിലയിൽ ഫ്രഞ്ച് വിപ്ലവം മുതൽ ഫ്രഞ്ച് റിപ്പബ്ലിക്കിന്റെ ഒരു ദേശീയ വ്യക്തിത്വമാണ് മരിയാന. 1789 ഫ്രഞ്ച് വിപ്ലവ കാലത്ത് സ്വാതന്ത്ര്യം, യുക്തി എന്നിവയുടെ നിരവധി സാങ്കല്പിക വ്യക്തിത്വങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് ഈ 2 വ്യക്തിത്വങ്ങളെയും ഒന്നായി ലയിപ്പിച്ച് ഒരു സ്ത്രീ രൂപമാക്കി മാറ്റിയതാണ് മരിയാന. ഫ്രാൻസിലെ പല പ്രധാന ഇടങ്ങളിലും മരിയാനയുടെ പ്രതിമ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും. കൂടാതെ ടൗൺ ഹാളുകളിലും നിയമ കോടതികളിലും മാന്യമായ സ്ഥാനമാണ് മരിയാനയ്ക്ക് നൽകിയിരിക്കുന്നത്. രാജ്യത്തിന്റെ ഔദ്യോഗിക രേഖകളിലെല്ലാം മരിയാനെ ചിത്രീകരിച്ചിരിക്കുന്നു. കൂടാതെ ഫ്രഞ്ച് യൂറോ നാണയങ്ങളിലും ഫ്രഞ്ച് തപാൽ സ്റ്റാമ്പുകളിലും മരിയാനയുടെ ചിത്രമാണ് നൽകിയിരിക്കുന്നത്. ഈ സ്ക്വയറിന് മൊത്തം 928 അടി നീളവും 390 അടി വീതിയുമാണ് ഉള്ളത്. വളരെ വലിയ പ്രകടനങ്ങൾക്കും സമരങ്ങൾക്കും കലാപങ്ങൾക്കും ഒക്കെ സാക്ഷിയായ ഒരു ഇടം കൂടിയാണ് ഇവിടം. 2015 ജനുവരിയിൽ ഫ്രാൻസിനെതിരായി ഇസ്ലാമിക ഭീകരവാദികൾ നടത്തിയ ഭീകരാക്രമണത്തിന് ശേഷം ഇസ്ലാമിക ഭീകരവാദികൾക്കെതിരെയുള്ള തങ്ങളുടെ അമർഷം രേഖപ്പെടുത്തുവാനും പാരീസ് ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനുമായിട്ട് ഏകദേശം 1.6 ദശലക്ഷം ആളുകളാണ് ഈ സ്ക്വയറിൽ ഒത്തുകൂടിയത്. ഇന്നും ആധുനിക ഫ്രഞ്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രകടനമായിട്ടാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിന്നീട് 2015 നവംബറിൽ
വീണ്ടും പാരീസിൽ ഭീകരാക്രമണം ഉണ്ടാകുകയും വളരെ വലിയൊരു ജനക്കൂട്ടം ഈ സ്ക്വയറിൽ ഒത്തുകൂടി ഭീകരതയ്ക്കെതിരെ ശബ്ദമുയർത്തുകയും ചെയ്തിരുന്നു. 2019 നോട്ടർഡാം കത്തീഡ്രൽ തീപിടുത്തത്തിന് ശേഷം പ്രസിഡന്റ് മാക്രോണിന്റെ ഗവൺമെന്റിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധവും അരങ്ങേറിയത് ഈ സ്ക്വയറിൽ വെച്ചായിരുന്നു. വളരെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു സ്ഥലത്താണ് ഈ പാലസ് ഡി ലാ റിപ്പബ്ലിക്ക സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് പാരീസിലെ ഏത് സ്റ്റേഷനിൽ നിന്നും വളരെ ഈസി ആയിട്ട് ഇങ്ങോട്ടേക്ക് എത്തുവാനായിട്ട് സാധിക്കും. കാരണം ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ ഈ സ്ക്വയറിന്റെ ഒത്ത നടുക്കായിട്ട് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് നമ്മൾ ഇറങ്ങി പോയി കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷനുകളാണ്. അതിൽ നിന്ന് നമുക്ക് പാരീസിലെ ഏത് സ്ഥലത്തേക്കും വളരെ ഈസി ആയിട്ട് എത്തുവാനായിട്ട് സാധിക്കും.